ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഇതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പെട്ടെന്നൊന്ന് കാണാം. ഇത് 2 സ്പൂൺ കോൺഫ്ലവർ, 2 സ്പൂൺ മൈദാമാവ്, 1 സ്പൂൺ അരിപ്പൊടി. നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇത് കോൺഫ്ലവർ, മൈദാമാവ്, അരിപ്പൊടി 3 തവണ അരിച്ച് യോജിപ്പിച്ച് എടുത്തതാണ്. ഇതിലോട്ട് നമുക്ക് ഇതിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകത്തിൻ്റെ ചതച്ച പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് ചതച്ചതിട്ട് കൊടുക്കാം. പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇതിന് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മിക്സ് ആക്കാം. ഇത്ര തീയില് ഇത് ഇടാവൂ. സാവധാനം, ഈ കൂന്തലിന് നല്ല വേവുള്ളതാണ്. സാവധാനം വേവിച്ചെടുക്കാം. വളരെ ചെറിയ തീയിൽ കുറേ സമയമെടുത്ത് മൊരിച്ചെടുക്കണം. നേരത്തെ മാവ് കലക്കിയ പാത്രത്തിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. സവാള ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പുതിന ഇല ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. പെരുംജീരകം, കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കാം. പുതിന ഇല കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.